മലയാള ഭാഷയിൽ ദൈവം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ഇംഗ്ലീഷിലും ഗാഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. യെസ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ ഏത് ദൈവം എന്ന ഒരു ചോദ്യം ചോദിക്കുന്നത് കൂടുതലാകുമോ? ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ പ്രസക്തിയില്ല. ഇങ്ങനെ ദൈവമെന്ന് പറഞ്ഞ ഒരുപാട് അവതാരങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ ആരാണ് എന്ന ചോദ്യം വരും. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം, ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, അത് ഞാനാണ്, ഞാൻ ദൈവമാണ്, അന്ന് ഞാൻ ദൈവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവകാശവാദത്തെ തള്ളിക്കളയുന്നതിന് വേദപുസ്തകത്തിൻ്റെ പരിഭാഷകൾ പഠിച്ച ഒരാൾക്ക് കഴിയത്തില്ല. നമുക്ക് നേരിട്ട് 10ാം ക്ലാസ്സിൽ പോയാൽ അല്ലെങ്കിൽ MSc അവിടെ അന്ന് കംപ്ലീറ്റ് MScക്ക് പോയാൽ നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ എവിടെയാണ് നമുക്ക് പ്രോബ്ലം പറ്റിയത്? ഒരു കൂട്ടർക്ക് പറ്റിയ പ്രോബ്ലം, അവർ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ പുസ്തകത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ വിശ്വാസികളാണ്, നമുക്ക് വലിയതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയും. നമ്മൾ ഡയറക്റ്റ് MScക്ക് അഡ്മിഷൻ കിട്ടുന്നവരാണ്. ഒരു കൂട്ടർ പ്രോബ്ലമാണ്. രണ്ടാമത്തെ കൂട്ടർ പ്രോബ്ലം കേട്ടോണം, അവരെന്നും നേഴ്സറില്ല. അവർ നേഴ്സറിലായിട്ട് വർഷങ്ങളായി. അവർ തിരിച്ചു വരുന്ന ഒരു ലക്ഷണമില്ല. അവർക്ക് ഇപ്പോഴും ഏതേ ഉള്ളൂ, അബ്രഹാമിൻ്റെ യാഗവും യാക്കോവിൻ്റെ 14 ദാവീദിൻ്റെ കല്ലുമേ ഉള്ളൂ. ഇങ്ങോട്ട് വരത്തില്ല. ഇപ്പോഴും അവിടെ നേഴ്സറി കിടക്കുക. ഈ ലോകത്ത് ജീവിക്കുന്ന ആളല്ല ദൈവം. ഈ ലോകമായിട്ട് കണക്റ്റഡ് ആണെന്നേ ഉള്ളൂ. ദൈവം എങ്ങനെയാണ്? ഹി ലിവ്സ് ഇൻ ദ ഒലാം ഹബ, വരുവാനുള്ള വേറൊരു ലോകം. വരുവാനുള്ള വേറൊരു ലോകത്തിൽ ജീവിക്കുന്ന ആളാണ് ദൈവം. അപ്പോൾ ദൈവത്തിന് ഈ ലോകമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. പക്ഷെ ഇതിനപ്പുറം ഒരു ലോകമാണ് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു മരമണ്ടയ്ക്ക് ഇലക്ട്രിസിറ്റി പോലും ഇല്ല, അതൊരു വീട്ടിൽ ജനിച്ച് വളർന്നൊരു സാധാ വില്ലേജ് ബോയ്. ആ സാധാ വില്ലേജ് ബോയിയെ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ കൊണ്ട് താമസിപ്പിച്ച് യഹൂദന്മാരിൽ നേരിട്ട് ജൂവിഷ് ഭാഷയും ജൂവിഷ് ബൈബിളും പഠിപ്പിക്കാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ദൈവം ബാബു ജോണിൻ്റെ മാത്രം ദൈവമാണ് പിന്നിച്ച അല്ല. അല്ല. എക്കാലത്തും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരുടെ ദൈവമാണ്. യേശു വാഴുന്ന ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോൺ വേട്ടമല നമ്മളോട് കൂടെ ഉണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമുക്ക് സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ച് ഈ 3ാമത്തെ എപ്പിസോഡിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നു. തിരുവചന സത്യങ്ങൾ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ആത്മിക വളർച്ചയ്ക്ക് കാരണമായി തീരും. വിശേഷാൽ ഈ എപ്പിസോഡുകളിൽ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1ാമത്തെ വാക്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടും 1ാമത്തെ വാക്യം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വീണ്ടും അവിടെ നിന്ന് തുടരുന്നതായിരിക്കും. സ്തോത്രം. താങ്ക് യു ഫെനിജൻ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ഈ 3rd എപ്പിസോഡിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 3ാമത്തെ വാക്കിൽ വരുന്നതേ ഉള്ളൂ. ബെറഷീത്ത് ബാറാഖ്, ആദിയിൽ താൻ സൃഷ്ടിച്ചു. ബാറാഖ്, ഹീ ക്രിയേറ്റഡ്. ഹൂ ക്രിയേറ്റഡ്? ദൈവം സൃഷ്ടിച്ചു. അതിൽ ദൈവം സൃഷ്ടിച്ചു. ദൈവം എന്ന് നമുക്ക് മലയാള ഭാഷയിലുണ്ട്. മലയാള ഭാഷയിൽ ദൈവം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, ഇംഗ്ലീഷിലും ഗാഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. യെസ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ ഏത് ദൈവം എന്ന ഒരു ചോദ്യം ചോദിക്കുന്നത് കൂടുതലാകുമോ? ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ പ്രസക്തിയില്ല. ഇങ്ങനെ ദൈവമെന്ന് പറഞ്ഞ ഒരുപാട് അവതാരങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ ആരാണ് എന്ന ചോദ്യം വരും. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം,
ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, അത് ഞാനാണ്, ഞാൻ ദൈവമാണ്. അന്ന് ഞാൻ ദൈവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ അവകാശവാദത്തെ തള്ളിക്കളയുന്നതിന് വേദപുസ്തകത്തിൻ്റെ പരിഭാഷകൾ പഠിച്ച ഒരാൾക്ക് കഴിയത്തില്ല. ഇതുപോലെ ഏത് മതത്തിൽപ്പെട്ട ഒരാളും താനാണ് ദൈവം, താനാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ആ അവകാശവാദത്തെ തള്ളിക്കളയാൻ വേദപുസ്തക പരിഭാഷ വായിച്ച ഒരാൾ കഴിയത്തില്ല. പിന്നെ നമുക്ക് എന്താ മാർഗം? പരിഭാഷ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം, എന്നിട്ട് എഴുതിയ ഭാഷയിലേക്ക് പോകാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ബെറഷീത്ത് ബറ എലോഖീം. എലോഖീം അതായത് ഹീബ്രു വേർഡ്. എലോഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എലോഹ എന്ന് പറഞ്ഞാൽ ഒരാൾ താൻ ദൈവമാണ്. ഞാൻ മാത്രമുള്ളൂ, ഒരെണ്ണം എൻ്റെ അടുത്ത് എടുക്കത്തില്ല, ഞാൻ മാത്രം ദൈവം. എലോഹ. എലോഖയീം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് ദൈവമായി മാറുന്നത് ഒരുമിച്ച്. ഇനി നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ രണ്ട് വേർഡുമല്ല, എലോഖീം. ചിലത് എലോഹീം എന്ന് പറയാം, ഹായ് അല്ല, എലോഖീം. എലോഖീം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മൂന്ന് വ്യത്യസ്തരായ വ്യക്തികൾ, 3 different individuals with specific individual specialities. Specific individual specialities in him and different in roles, responsibilities and hierarchies. തങ്ങൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ, തങ്ങളുടെ റോൾസിൽ, ഹൈറാർക്കിയിൽ വ്യത്യസ്തരായ 3 പേഴ്സണാലിറ്റീസ്, വ്യക്തിത്വങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുന്നു. ഇതാണ് എലോഖീം. എലോഖീം എന്നുള്ള ആ നാമത്തിൽ ഈ അർത്ഥമാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയും. എലോഖീം എന്ന ആ വേർഡിൽ ത്രിയേക ദൈവം. അപ്പൊ ചോദ്യമാണ്, ത്രിയേക ദൈവം എന്ന് പറയുന്നത് ഒരു ട്രിനിറ്റേറിയൻ കൺസെപ്റ്റാണ്. വേദപുസ്തകത്തിൽ ഈ ട്രിനിറ്റി എന്ന വേർഡ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ ട്രിനിറ്റി എന്ന വേർഡ് എവിടെയെങ്കിലും ഉണ്ട്? ഒറ്റ പ്രാവശ്യം ട്രിനിറ്റി കാണിച്ചാൽ ഞങ്ങൾ വിശ്വസിച്ചേക്കാം. ചിലത് ആർഗ്യുമെൻ്റാണ്. നമുക്ക് അവരുടെ എന്താ മറുപടി വരാനുള്ളത്? ഒരു കൊമ്പനാനെ കൊണ്ട് പറമ്പിൽ കെട്ടി. നമ്മൾ ഒരാളെ പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ ഈ കാണുന്ന കൊമ്പനാനയാണ്. അദ്ദേഹം വന്നു, ആകെ പരീക്ഷിച്ചു, വിനിച്ച എന്ന് പറഞ്ഞു, ഇത് കൊമ്പനാനയാണെന്ന് എവിടെങ്കിലും എഴുതി വെച്ചായിട്ട് കാണിച്ചു തരാമോ? ഈ ആനയുടെ മേത്ത് എവിടെങ്കിലും, ആനപ്പുറത്ത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊമ്പനാന എന്താ എഴുതിയിട്ടുണ്ടോ? ആനയുടെ മേൽ കൊമ്പനാന എന്ന് എഴുതിയിട്ടില്ല. ഒറ്റ പ്രാവശ്യം കാണിച്ചത് ഞാൻ വിശ്വസിക്കാം. ഇവരുടെ എന്താ പറയുക? എനിക്കറിയത്തില്ല എന്താ പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം വളരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ് ത്രിയേകത്വം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണ്. നമുക്കെങ്ങനെ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പിന്നിച്ച ഇതിനിടയ്ക്ക് കയറി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ എബ്രായ വിശ്വാസികൾ, ജൂയിഷ് മതത്തിൽ വിശ്വസിക്കുന്നവർ, അവര് ഇത് അംഗീകരിക്കുന്നുണ്ടോ? അവിടെയാണ് പ്രോബ്ലം. അവരാദ്യം വായിക്കുമ്പോൾ ഇതാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഏത്? ത്രിയേകതയെന്ന്. പക്ഷെങ്കിൽ അവരുടെ കയ്യിൽ എവിഡൻസ് ഇല്ല. 3 പേരാണെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നേയില്ല. ഒരുപാട് പ്രാവശ്യം അവർക്ക് ദൈവപ്രത്യക്ഷത ഉണ്ടാകുന്നു. ത്രൂ ഔട്ട് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ദൈവപ്രത്യക്ഷത ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഈ ദൈവപ്രത്യക്ഷതയിലൊക്കെ ഈ ത്രിയേക ദൈവമാണ് വരുന്നത്.
3 പേരാണ് വരുന്നത്. അല്ലെങ്കിൽ വരുന്ന ഒരാൾ ഈ 3 പേരാണെന്നുള്ള പേരാണ് കാണിക്കുന്നത്. ആശയക്കുഴപ്പം വന്നു എവിടെ വരെ വന്നു? അവസാനം 2 പേരുണ്ടെന്നുള്ളതെത്തി. ഏത്? മഷിയാക്ക് എന്ന കാര്യം വന്നപ്പം ദൈവത്തിൻ്റെ പുത്രൻ മഷിഹ വരുന്നു എന്ന് പറഞ്ഞാൽ ശരി 2 പേരായി. പിന്നെ ആശയക്കുഴപ്പമായി. എന്തോ ആശയക്കുഴപ്പം? സൃഷ്ടിയുടെ ആദ്യം മുതൽ ഞാനും ദൈവത്തിൻ്റെ ആത്മാവും ദൈവവും അവിടെ ഉണ്ട്. എവിടെ? യെശയ്യാ പുസ്തകത്തിൽ ഞാനുണ്ട്, ദൈവമുണ്ട്, തൻ്റെ ആത്മാവുമുണ്ട്. ഇതാരാണ് ഞാൻ? ഈ ആരാ ഞാൻ? ഈ 3 പേരാരാ? ഒരു പിടിയും കിട്ടുന്നില്ല. നോ ഐഡിയ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് മഷിയാനിക് കൺസെപ്റ്റ്, മഷിഹ വരുന്നത്. അപ്പോൾ മഷിയാക്ക് വരുമ്പോൾ പിന്നെ കൺഫ്യൂഷൻകാർ ഏക സത്യ ദൈവം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പിതാവും പിന്നെ ഒരു പുത്രനും എങ്ങനെ ഉണ്ടാകുന്നത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല. കേട്ടോണം, മനസ്സിലാകാത്തതിൻ്റെ കാരണം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഒരു കേർട്ടൻ്റെ പിന്നിലാണ്, ഒരു തിരശ്ശീലയുടെ പിന്നിലാണ്. പുതിയ നിയമത്തിലേക്ക് തിരിയുമ്പോൾ തിരശ്ശീല മാറിപ്പോകുന്നു, മൂടുപടം മാറിപ്പോയി. അപ്പം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പ്രോബ്ലം അവിടെ ഒരു മൂടുപടമുണ്ട്. ആ മൂടുപടം എങ്ങനെ മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കിയില്ലെങ്കിൽ യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധം എന്തുവാ? അവർക്കിത് മനസ്സിലാകാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അവരിലൊരു ചെറിയ പേഴ്സൻറ്റേജ് ആളുകൾ ക്രിസ്ത്യൻസായിട്ട് മാറി, ജുഡായി ക്രിസ്ത്യൻസ്. ഈ ജുഡായി ക്രിസ്ത്യൻസിന് മാത്രമേ മനസ്സിലായുള്ളൂ ഈ 3 പേഴ്സണാലിറ്റീസ് എന്നുള്ളത്, 3 in 1 എന്നുള്ള മനസ്സിലായുള്ളൂ. അപ്പം ആദിയിൽ എലോഹീം ത്രിയേക ദൈവം, ആകാശവും ഭൂമിയും, അങ്ങോട്ട് വരും ആകാശവും ഭൂമി സൃഷ്ടിച്ച് പറയാം. അപ്പോൾ ത്രിയേക ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങൾ മേർജ് ചെയ്തിരിക്കുക ഒരു ഇൻഡിവിജ്വലായിട്ട്. 3 വ്യക്തിത്വങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ട് മേർജ് ചെയ്തിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തെ പറ്റിയുള്ള അറിവിൻ്റെ ആദ്യ പാഠങ്ങളാണ് ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത്. അത് ശിശുപാലകനാണ് എന്ന് പറഞ്ഞാൽ നേഴ്സറി കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നമ്മൾ സയൻസസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സോങ്സ് ഉണ്ട്, ലിറ്ററേച്ചറുണ്ട്, അല്ലേ? ആ നേഴ്സറി കുട്ടികൾ പഠിക്കാനുള്ള ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അത് പഠിച്ചാൽ ഇംഗ്ലീഷ് മുഴുവൻ പഠിച്ചു തരുമോ? ഇല്ല, അല്ലേ? ഇനി അവർക്ക് പഠിക്കാനുള്ള അരിത്തമെറ്റിക്സ്, സിമ്പിൾ അരിത്തമെറ്റിക്സ് ഉണ്ട്. ആ അരിത്തമെറ്റിക്സ് പഠിച്ചാൽ മാത്തമാറ്റിക്സ് പഠിച്ചു തരുമോ? ഇല്ലല്ലോ. അവരോട് പറയുക സൂര്യൻ കിഴക്കുദിക്കുന്നില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നുമില്ല, നമുക്ക് തോന്നുന്നതാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഫിസിക്സ് പഠനം തീരുമോ? എന്ന് നമുക്കതങ്ങ് മാറ്റിയേക്കാം. നമുക്ക് നേരിട്ട് 10ാം ക്ലാസ്സിൽ പോയാൽ മതി, അല്ലെങ്കിൽ MSc അവിടെ അന്ന് കംപ്ലീറ്റ് MScക്ക് പോയാൽ മതി. നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ എവിടെയാണ് നമുക്ക് പ്രോബ്ലം പറ്റിയത്? നമ്മൾ ഒരു കൂട്ടർക്ക് പറ്റിയ പ്രോബ്ലം, അവർ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ആ പുസ്തകത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ വിശ്വാസികളാണ്, നമുക്ക് വലിയതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നു. നമ്മൾ ഡയറക്റ്റ് MScക്ക് അഡ്മിഷൻ കിട്ടുന്നവരാണ്. ഒരു കൂട്ടർ പ്രോബ്ലമാണ്. രണ്ടാമത്തെ കൂട്ടർ പ്രോബ്ലം കേട്ടോണം, അവരെന്നും നേഴ്സറില്ല. അവർ നേഴ്സറിലായിട്ട് ഒരുപാട് വർഷങ്ങളായി. അവർ തിരിച്ചു വരുന്ന ഒരു ലക്ഷണമില്ല. അവർക്ക് ഇപ്പോഴും ഏതേ ഉള്ളൂ? അബ്രഹാമിൻ്റെ യാഗവും യാക്കോവിൻ്റെ 14 ദാവീദിൻ്റെ കല്ലുമേ ഉള്ളൂ. ഇങ്ങോട്ട് വരത്തില്ല. ഇപ്പോഴും അവിടെ നേഴ്സറി കിടക്കുക. അപ്പം നമ്മൾ ആ ഫണ്ടമെൻ്റൽസിൽ പോയിട്ട് അവിടുന്ന് പഠിച്ച് വളർന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലായി മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലായി എന്നും അവർക്കെന്ത് മനസ്സിലായില്ല എന്നും. നമ്മൾ എലോഹീമിൽ തന്നെ നിൽക്കുന്നു. ഇപ്പം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ കാര്യം അവർക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടെന്നുള്ള വിഷയം ഞാൻ പറയാൻ പോകും. അത് മനസ്സിലായില്ല, അത് പറഞ്ഞില്ലെന്നുള്ള വലിയ പ്രോബ്ലമാണ് കേട്ടോ.
ചിലർക്ക് മനസ്സിലാകുന്നു, ചിലർക്ക് മനസ്സിലാകത്തില്ല. കേട്ടോണം. നമുക്ക് ഈ പലതരം സൃഷ്ടിയുണ്ടല്ലോ. നമുക്ക് ഈ സസ്യം, മരം, ഇതിനൊക്കെ എടുക്കാം. അതിന് ജീവനുണ്ട് അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ പട്ടിയും കോഴിയും താറാവിനൊക്കെ എടുക്കാം. ജീവനുമുണ്ട്, ഒരു പരിധി വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ കള്ളം വന്നാൽ പട്ടി കുറയ്ക്കത്തില്ലയോ? കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? ആണല്ലോ. പശുവിന് ആര് കിട്ടിയില്ല അത് കരയത്തില്ലയോ? കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അവർക്ക് ബോഡിയും സോൾ, ലിമിറ്റഡ് കപ്പാസിറ്റിയിലുള്ള സോളുമേ ഉള്ളൂ. നമുക്കോ, നമ്മൾ 3 tier-ആണ്. മാൻ ഈസ് എ സ്പിരിറ്റ്, ഹി ഹാസ് എ സോൾ, ഹി ലിവ്സ് ഇൻ എ ബോഡി. മനുഷ്യനൊരു ആത്മാവാണ്, അവൻ്റെ ദേഹി അല്ലെങ്കിൽ ബുദ്ധിമണ്ഡലമുണ്ട്, അവൻ്റെ ശരീരത്തിൽ ജീവിക്കുന്നു. നോക്കണേ, അപ്പം നമ്മുടെ വീട്ടിൽ ഒരു പപ്പിക്കുട്ടിയുള്ളത്, കൊച്ചു പട്ടിക്കുട്ടി, അതിനെ അഴിച്ചു വിട്ടിരിക്കുക. അതിവിടെ മുഴുവൻ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, നടക്കുന്നു. ഈ പട്ടിയുടെ കാര്യം, ഈ വീട്ടിലെ സകല കാര്യങ്ങളും പുള്ളിക്ക് അറിയാവുന്ന അല്ലേ? സകല കാര്യം പുള്ളിക്ക് അറിയാവുന്നത് ഈ വീട്ടിലില്ല എന്ന് പുള്ളി വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ കറണ്ട് ചാർജ് കൊടുക്കുന്നതുകൊണ്ടാണ്, ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതുകൊണ്ടാണ് ഈ കറണ്ട് ഉള്ളതെന്നുള്ള പുള്ളിക്ക് അറിയാമോ? അത് വേണ്ട. ഏതെങ്കിലും പട്ടിയെ നമുക്ക് പട്ടിത്തീറ്റയുടെ വില കൂടുതലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഇതുവരെ ഏതെങ്കിലും പട്ടിക്ക് മനസ്സിലായിട്ടുള്ളതായിട്ട്. അപ്പോൾ ഒരു tier-ൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് വേറൊരു tier-ൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ കാര്യം ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഈ വീട്ടിടവനാണെന്നും, അത് അയാളുടെ ഭാര്യയാണെന്നും, ഇതുകൊടുത്ത് കൊച്ചു കൊച്ചാണെന്നും, അതോടത്ത് ടോയ്ലറ്റാണെന്നും, ഇത് ഡോറാണെന്നും, മറ്റും കള്ളനാണെന്നും അത്രേ അറിയത്തുള്ളൂ. മനസ്സിലായി? നമ്മൾ എന്തിനാണ് നമ്മുടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഈ പട്ടിക്ക് മനസ്സിലാവും? ഇല്ല. ഈ കുഞ്ഞിനെ വായിൽ നമ്മൾ ഈ പല്ല് വെക്കാനിട്ട് കുന്തക്കിട്ട് കുത്തിക്കയറ്റുന്ന ഈ പട്ടിക്ക് മനസ്സിലാവും? മനസ്സിലാകത്തില്ല. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ആരാണ്? നമ്മൾ 3 tier-ൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ്. 2, നമ്മൾ ജീവിക്കുന്നത് ഒലാം ഹസ്സെ എന്ന് പറയുന്ന ഇപ്പോഴുള്ള ലോകത്തിലാണ്. ഈ ലോകത്തിന് 3 ലിമിറ്റ്സ് ഉണ്ട്. 1 സ്പേസ്, 2 ടൈം, 3 എനർജി. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് ഇതേ സമയത്ത് അടുത്ത ഇരിക്കാൻ പറ്റുമോ? ഇല്ല. സ്പേസിൻ്റെ ലിമിറ്റുണ്ട്. 2, നമ്മുടെ ടൈമിൻ്റെ ലിമിറ്റുണ്ട്. അതുകൊണ്ട് ടൈം ബിഫോർ ടൈം ടൈംസ് യു എന്ന് പറയുന്നത്. ടൈം ബിഫോർ ടൈം ടൈംസ് യു. കിട്ടുന്ന സമയം തക്കത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സമയം അങ്ങ് പോകുന്നത്. നമ്മൾ ടൈമിന് ലിമിറ്റഡാണ്. 3 എനർജി. നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എനർജിക്ക് ലിമിറ്റുണ്ട്. ഇതാണ് നമ്മുടെ ലോകത്തെ താളലോകം എന്ന് പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ആളല്ല ദൈവം. ഈ ലോകമായിട്ട് കണക്റ്റഡ് ആണെന്നേ ഉള്ളൂ. ദൈവം എങ്ങനെയാണ്? ഹി ലിവ്സ് ഇൻ ദ ഒലാം ഹബ, വരുവാനുള്ള വേറൊരു ലോകം. വരുവാനുള്ള വേറൊരു ലോകത്തിൽ ജീവിക്കുന്ന ആളാണ് ദൈവം. അപ്പോൾ ദൈവത്തിന് ഈ ലോകമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. പക്ഷേ ഇതിനപ്പുറം ഒരു ലോകമാണ് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ആളാണ്. അപ്പോൾ ആ ആളിൻ്റെ, ആ വ്യക്തിയുടെ സ്ട്രക്ചറൽ കൊഹീറൻസ്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ, ഇത് നമുക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് പല്ല് തേക്കുന്നുള്ളത് നമ്മുടെ പട്ടിക്ക് മനസ്സിലാവണമെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും. കാരണം അവൻ അയച്ച് പല്ല് തേച്ചിട്ടില്ല. ഉണ്ടോ? അപ്പം ഞാൻ ജീവിതത്തിൽ പല്ല് തേച്ചിട്ടില്ല, എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഈ മനുഷ്യന്മാരെന്തോ കാണിക്കുന്നത്? അവൻ പട്ടിയായിരിക്കുന്നിടത്തോളം അവനത് മനസ്സിലാകത്തില്ല. ഇനി ഒരു ദിവസം ഈ പട്ടിക്കൊരു എലിവേഷൻ, ഇത് മനുഷ്യനായി. അപ്പോൾ അവനെന്ത് മനസ്സിലായി? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അവന് മനസ്സിലായി. ദൈവം ആത്മാവാകുന്നു. ഒരാൾ ക്രിസ്തുവേശുവിൽ കൂടെ പിതാവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവ് യേശു ക്രിസ്തു മൂലം പിതാവായ ദൈവത്തോടുള്ള സമാധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുന്നു.
ദൈവം കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആ ആത്മാവ് നമ്മളിൽ വരുന്നു. നമുക്കെങ്ങനെ പറയാം, ഒരു സായിപ്പ്, ഒരു ഇംഗ്ലീഷുകാരൻ ഇവിടെ വന്നു, ഒരു വേലക്കാരനെ വേണം. സ്ട്രീറ്റിൽ ചെന്ന് ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു ഇവനെ കണ്ടുപിടിച്ചു. ഇയാൾ പറഞ്ഞു, അവനും മനസ്സിലാകത്തില്ല, അവൻ പറഞ്ഞു ഇവനും മനസ്സിലാകത്തില്ല. രക്ഷപ്പെട്ടല്ലോ. അവസാനം സായിപ്പിരുന്ന് ഇവനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിച്ച് ഒരു ലെവലായപ്പോൾ സായിപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവനിലും വന്നപ്പോൾ രണ്ടുപേരും ഒരു ലാംഗ്വേജ് കണക്ട് ചെയ്തു. ഇംഗ്ലീഷുകാരൻ്റെ മനസ്സിൽ അവൻ പറയുന്നതൊക്കെ ആർക്ക് മനസ്സിലായി? ഈ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന ഈ പാവൻ ചക്കന് മനസ്സിലായി. നമ്മൾ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അന്ധകാരത്തിൽ കിടന്നവരെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവിനെ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആത്മാവിനെ നമുക്ക് തന്നു. നമുക്കതിപ്പോൾ എന്ത് മനസ്സിലായി? ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് നമുക്ക് മനസ്സിലായി. യേശു ക്രിസ്തു പറയുന്ന മനസ്സിലായി. വിശുദ്ധ വേദപുസ്തകം മനസ്സിലായി. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? എലോഹീം എന്താണെന്ന് മനസ്സിലായി. അതുവരെ എലോഹീം എന്താണെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ എലോഹീം എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ് വേണം. ഇതുപോലെ നമ്മുടെ 2 ടയർ കിടക്കുന്ന പട്ടി 3 ടയറിലേക്ക് വരുന്ന മാതിരി ഒരു പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ്ങിലൂടെ നമ്മൾ ദൈവം സാക്ഷാൽ ദൈവമക്കളായി കഴിയുമ്പോൾ തൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾ നിറച്ചിട്ട് അത് ജ്ഞാനവും പരിജ്ഞാനവുമായി വികസിച്ച് കഴിയുമ്പോൾ ആരും പറയാതെ എന്താ മനസ്സിലാവും? പിതാവിനെ മനസ്സിലാവും, പുത്രനെ മനസ്സിലാവും, പരിശുദ്ധാത്മാവിനെ മനസ്സിലാകും. അതുവരെയോ യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഇങ്ങനെ അതിനെപ്പറ്റി ആർഗ്യൂ ചെയ്ത് പിതാവാര പുത്രനാര. അപ്പോൾ പിന്നെ പുത്രനുണ്ടാകണമെങ്കിൽ അമ്മ ഉണ്ടാകണമല്ലോ, അമ്മ എന്ത് ചെയ്യും? അപ്പോൾ അമ്മ മറിയായിരുന്നു എന്ന് വേണ്ട ആവശ്യമില്ലാത്ത സകല കോലാഹലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെസൺ നിർത്തുമ്പോൾ, ഈ എപ്പിസോഡ് നിർത്തുമ്പോൾ നിങ്ങളുടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ വിശുദ്ധ എബ്രായ ഭാഷയിൽ വേദപുസ്തകം പഠിക്കണമെന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. പോയി ഹീബ്രു കോഴ്സ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുന്ന ദൈവം. ഇപ്പം എന്നെ കണ്ടറിയാമല്ലോ, ഞാൻ കീക്കൊടുക്കാരനാണ്. ഇവിടുന്ന് സൈക്കിൾ പോകുന്നത് വരെ ഉള്ളു, ഇല്ലയോ? സൈക്കിളോട്ട് പോകാനുള്ളേ ഉള്ളൂ. ഒരു മലമണ്ടയ്ക്ക് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ച് വളർന്നൊരു സാധാ വില്ലേജ് ബോയ്. ആ സാധാ വില്ലേജ് ബോയിയെ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ കൊണ്ട് താമസിപ്പിച്ച് യഹൂദന്മാരിൽ നേരിട്ട് ജൂവിഷ് ഭാഷയും ജൂവിഷ് ബൈബിളും പഠിപ്പിക്കാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ദൈവം ബാബു ജോണിൻ്റെ മാത്രം ദൈവമാണ് ഭിന്നിച്ച അല്ല. എക്കാലത്തും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരുടെയും ദൈവമാണ്. അപ്പം അങ്ങനെ ഒരു ഡിസയർ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായാൽ ഇത്ര എല്ലാ തെറ്റുകളും മാറ്റി ദ പ്യുവർ അൺഡൈല്യൂട്ടഡ് മിൽക്ക്, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം ഒന്നും മായമില്ലാത്ത പാല് നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയും. യെസ്, ഇനി പറഞ്ഞു. വളരെ അത്ഭുതകരമാകുന്ന വിശദീകരണങ്ങളാണ്. ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു അണ്ണാൻ, തെങ്ങിൽ കയറുന്ന ഒരു അണ്ണാൻ ഒരു ദിവസം വന്നപ്പോൾ ആന തെങ്ങ് തള്ളിയിട്ടിരിക്കുകയാണ്. അണ്ണാൻ പറയുന്നത്, ഇത് ഞാൻ എത്ര പ്രാവശ്യം കയറിയിരിക്കുന്ന തെങ്ങാണ്, ഞാൻ തള്ളിയിട്ടത് വീണില്ലല്ലോ, പിന്നെ ആന തള്ളിയിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കും എന്നതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വീട്ടിലോടി നടക്കുന്ന പട്ടിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആ പട്ടിക്ക് മനസ്സിലാകത്തില്ല നമ്മളെന്തിനാ പല്ല് തേക്കുന്നത്. ആ പട്ടിക്ക് മനസ്സിലാകത്തില്ല നമ്മളെങ്ങനെയാണ് കറണ്ട് ബില്ല് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അവൻ്റെ ബുദ്ധി കൊണ്ട് അറിയുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പരാജയങ്ങളാണ് പല ചോദ്യങ്ങളുടെയും പിന്നിലെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. പകരം ദൈവത്തിൻ്റെ ആത്മാവ് അവനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന
ആ പരിവർത്തനത്തിലൂടെ Exactly. അവന് വെളിപ്പാടുകൾ ലഭിക്കും. Yes. Yes. ആ വെളിപ്പാടുകളാണ് അവനെ ബൈബിൾ വിശ്വസിക്കുവാനും ബൈബിൾ തിരിച്ചറിയുവാനും കഴിയുന്ന നിലവാരത്തിൽ എത്തിക്കുന്നത്. That is exactly, that's precisely what I meant. കൃത്യമായിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡിൽ നമുക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോൺ വേട്ടമല അവരുകളെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചതിന് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ എപ്പിസോഡ് കാണുവാൻ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വിശേഷിച്ച് ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കണം. അതോടൊന്നിച്ച് തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പ്രത്യേകമായി ഓർമ്മിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.